1 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്റ്റെയർ ചെയ്ത് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് മൊത്തം ടാറ്റന്റെ സ്റ്റീലാണ്. ടാറ്റന്റെ സ്റ്റീൽ മൊത്തം ടാറ്റ ഉപയോഗിക്കുന്നത്. ഫ്ലൈറ്റ് ആണെങ്കിലും അതെ ട്യൂബ് ആണെങ്കിലും ഇതാകുമ്പോ നിങ്ങൾക്ക് ചെറിയ ചെലവില് അതിവേഗം സ്റ്റെയർ ചെയ്യാം അല്ലെ. 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെ സ്റ്റെയറിന് വുഡൻ സ്റ്റെപ്പ് വെച്ച് തരും എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇതൊക്കെ ഇപ്പൊ ഇതേപോലെ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ വന്ന് ചെയ്തു തരും അല്ലെ. നിങ്ങളെ വീട്ടിലേക്ക് ഒരു സ്റ്റെയർ വേണമെങ്കിൽ ജസ്റ്റ് വരെ കോൺടാക്ട് ചെയ്യുക. ആ സ്ഥലത്തിന്റെ ഫോട്ടോ കൊടുക്കുക, പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാൻ കൊടുക്കുക, അതിന്റെ മെഷർമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുപോലെ സ്റ്റെയർ ഉണ്ടാക്കി അവിടെ വീട്ടിലെത്തിച്ച് ഫിറ്റ് ചെയ്ത് തരും. ഈ കാണുന്ന എലമെന്റ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് ചുമരിന്റെ ഉള്ളിൽ പോകും. അത് കാണില്ല. ഇത് ഇവിടുന്ന് ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചുമലിലൊക്കെ പ്ലേറ്റ് വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, വീടായാൽ സ്റ്റെയർ വേണം. സ്റ്റെയർ ഇല്ലാത്ത വീടുകളില്ലാത്ത ഈ ഒരു കാലത്ത് സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റെയറുകളാണല്ലോ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചെലവ് ചുരുങ്ങിയതും അതിവേഗം നിർമ്മിക്കുന്നതുമായ സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റെയറുകൾ. അതെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് വീടുകളിൽ സ്റ്റെയർ ചെയ്തു തരുന്ന ഒരു ടീമിന്റെ അടുത്താണ്. തൈക്കാടൻ സ്റ്റീൽ അല്ലെ. ഈ കാണുന്ന സ്റ്റെയർ ഒക്കെ കണ്ടില്ലേ, എന്താല്ല അതിവേഗം നിങ്ങളെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരാം. പിന്നെ എന്തിനു ടെൻഷൻ അടിക്കണം, വീട് പണി അതിവേഗം നടക്കില്ലേ. വീടുപണിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. റെക്കോർഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞ അത്ഭുതമാണ്. മുമ്പ് മാസങ്ങളോളം നിന്നിട്ടാണ് വീടുകളിൽ സ്റ്റെയർ ചെയ്യുക. ഇപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് സ്റ്റെയർ മാത്രമല്ല, അതിലുള്ള സ്റ്റെപ്പ് വുഡൻ സ്റ്റെപ്പ് ഇടുകയാണ്. റഫീഖ് ഭായ് നമസ്കാരം. ഒരുപാട് ആൾക്കാർ വീടുകളിൽ സ്റ്റെയർ ഉണ്ടാക്കാൻ വേണ്ടി ലാഭം ഏതാ നോക്കി നടക്കുന്നുണ്ട്. ലാഭത്തിനും അപ്പുറം വളരെ പെട്ടെന്ന് അല്ലെ. ഇപ്പൊ ഈ ഒരു ബോക്സ് ഒക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് ആക്കി മാറ്റി അല്ലെ. 5 മിനിറ്റ് കൊണ്ട് പരിപാടി വെച്ച് പോവാം. 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെ സ്റ്റെയറിന് വുഡൻ സ്റ്റെപ്പ് വെച്ച് തരും എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലെ. എല്ലാ സ്റ്റെപ്പും ഇതുപോലെ ചെയ്ത് കൊടുത്തൂടെ? എല്ലാം കഴിയൂല. ഈ ഐറ്റംസ്, ഈ ഒരു മോഡൽ ബോക്സ് കവർ ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ മോഡലാണ് അല്ലെ. ഇത് കാൻലിവർ ആണ് ഇതിന്റെ പേര് പറയാം. കാൻലിവർ ആണ്, അതായത് ആ ഭാഗം ചുമരിന്റെ ഉള്ളിലേക്ക് പോകും. ഇത് മാത്രം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റൈലൻ സ്റ്റെയർ. ഇതൊക്കെ ഇപ്പൊ ഇതേപോലെ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ വന്ന് ചെയ്തു തരും അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ഇവിടെ ഒരുപാട് മോഡലുകൾ ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റെയറിലേക്ക് ഒന്ന് കയറി നോക്കല്ലേ. ഇത് കാൻലിവർ ആണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ കയറുകയാണെങ്കിൽ ഇത് എങ്ങോട്ടുള്ള ഐറ്റം ആണ്? ഇത് പഴനി തമിഴ്നാട്ടിലേക്കുള്ള വെറൈറ്റി. അപ്പൊ എവിടെയാണെങ്കിലും ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കും അല്ലെ. ഈ കാണുന്ന മോഡലും കൂടെ പറയാലോ. ഇതൊരു വ്യത്യസ്തമായ മോഡലാണ്. അതായത് ഡയറക്റ്റ് ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ടൈൽ ചെയ്യുന്ന മോഡലാ. ഇതിന് മേലെ ടൈൽ വരും. ടൈലാണ് വരുന്നത്. ഓക്കെ, പലരും സിമെന്റ് ബോർഡും യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സിമെന്റ് ബോർഡ് വെച്ചതിന് ശേഷം ടൈൽ വെക്കും. ആ രീതിയിലും സ്റ്റെയർ ചെയ്യാം അല്ലെ. നമ്മൾ ഇതാണ് ഇത് പരിചയപ്പെടുത്തിയിരുന്നത്. ഇതിനകത്ത് പ്ലേറ്റ് ആണ് വെക്കുക, ഇതിലേക്ക് വുഡ് സ്ക്രൂ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് പല മോഡലുകളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ട് പോകാനുള്ളത്? ഇത് ചെന്നൈ ആണ്. ആഹാ, നമ്മളെ നാട്ടിലൊന്നും ഇല്ലേ? ഒക്കെ പുറത്തേക്കാ. നിങ്ങളെ വീട് കണ്ടതിന് ശേഷം ഏകദേശം തമിഴ്നാട്, കർണാടക, പുറത്തൊക്കെ തിരുവനന്തപുരം. നമ്മളെ നാട്ടുകാരൊന്നും ഇല്ലേ? നാട്ടിലൊന്നും സ്റ്റെയർ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഒന്നെങ്കിലും കാണും. ഇതൊക്കെ എങ്ങോട്ടാ? ഇത് വളാഞ്ചേരി. അതാണ് പറഞ്ഞത്. നമ്മളെ അതും വളാഞ്ചേരിയാണ്. അതും വളാഞ്ചേരിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ വീടുകളിലെ സ്റ്റെയർ ഇനി കുറെ കാലം കാത്തിരുന്ന സിസ്റ്റം മാറി അല്ലെ. പണ്ട് നമ്മൾ സൈറ്റിൽ പോയിട്ട് ചെയ്ത് കൊടുത്തു, അവിടെ വെച്ച് ഡ്രോയിങ് ചെയ്ത് നേരെ അളവ് എടുത്തോണ്ട് അല്ലെങ്കിൽ വിട്ടുതരാ. ഇവിടെ നിങ്ങൾ ഡ്രോയിങ് ചെയ്യും. അതെ, നേരെ ഇവിടെ സെറ്റ് ചെയ്യുക. ലേസർ മെഷീനിൽ വെച്ചിട്ട് അതിന്റെ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ അസംബിൾ ചെയ്യുക, കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക. അതെ, അതായത് നിങ്ങൾ ഒന്ന് ഫിറ്റ് ചെയ്ത് തരും. ഓക്കെ, അതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അവിടെ വരാം. നിങ്ങളെ വീട്ടിലേക്ക് ഒരു സ്റ്റെയർ വേണമെങ്കിൽ ജസ്റ്റ് വരെ കോൺടാക്ട് ചെയ്യുക. ആ സ്ഥലത്തിന്റെ ഫോട്ടോ കൊടുക്കുക, പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാൻ കൊടുക്കുക, അതിന്റെ മെഷർമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുപോലെ സ്റ്റെയർ ഉണ്ടാക്കി അവിടെ വീട്ടിലെത്തിച്ച് ഫിറ്റ് ചെയ്ത് തരും അല്ലെ. ആ ഒരു ദിവസം മതി നമ്മൾ ആ വീട്ടിലുള്ള പൊടി പരിപാടികൾ അല്ലെ. പിന്നെ അതിലേക്ക് വുഡൻ വർക്ക് വേണമെങ്കിൽ അതും അതിന്റെ ഫൈനൽ ടൈമിലാണ് വെക്കുക ചെയ്യാം അല്ലെ. ഇപ്പൊ ഇങ്ങനെയാണ് സ്റ്റെയർ ചെയ്യുന്നെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് പറയണം. ഇത് എന്ത് തരം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചത്? ഞങ്ങൾ ഉപയോഗിക്കുന്നത് മൊത്തം ടാറ്റന്റെ സ്റ്റീലാണ്. ടാറ്റന്റെ സ്റ്റീൽ മൊത്തം ടാറ്റ ഉപയോഗിക്കുന്നത്. പ്ലേറ്റ് ആണെങ്കിലും അതെ, ട്യൂബ് ആണെങ്കിലും. അതെ, നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട MS ആണ് ഇവിടെ ഈ ഒരു ബേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ടാറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഇപ്പൊ പലരും ചോദിക്കും GA അല്ലേ MS-നേക്കാൾ നല്ലതെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടാവും ആൾക്ക്. ഹെവിയാണ്. പക്ക. എത്ര mm ആണ് ഇത്? ഇത് 4 അധികം ഉപയോഗിക്കുന്നത് 4 mm ആണ്. 4 mm ആണ്. അപ്പൊ ഒരു ഹെവി ട്യൂബ് തന്നെയാണ് ഇതേപോലെ വരിക ബേസ് ആയിട്ട്. അതിന്റെ മേലെതാ
ഇത് എത്ര mm? 10 ഇത് 8 ആണ് സാധാരണ ആദ്യം കൊടുക്കല് 10 mm ആണ് കൊടുക്കുക. 10 mm ആണ്. ഓക്കെ, 8 കൊടുക്കും 10 കൊടുക്കും. 10 കൊടുക്കും. ഇത് എന്തിനാ വെച്ചാൽ ഇങ്ങനെ ബെൻഡ് ആവുന്നുള്ള പേടിയുള്ളവർക്കാണ് 10 കൊടുക്കുക. പേടിയില്ലാത്തവർക്ക് ഷീറ്റ് കട്ട് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ബെൻഡ് ആവില്ല. ഇതിന് മേലെ എത്ര ഏകദേശം നല്ല 1.5 ഇഞ്ച് കനത്തിലോ 2 ഇഞ്ചിലൊക്കെ കൊടുക്കാറുണ്ട്. 1.4 1.5 കസ്റ്റമർ അതിനനുസരിച്ച്. അതെ അതെ അതെ, ആ രീതിയിലാണ് ഇതിലേക്ക് വേണ്ട സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്യുക. ഇനി ഇതൊക്കെ അതേ ഒരു സിസ്റ്റം ആണ്, പക്ഷെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് വെറൈറ്റി ഐറ്റം കാൻഡിലീവർ ആയിട്ട് അല്ലെ. ഈ കാണുന്ന എലമെന്റ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് ചുമരിന്റെ ഉള്ളിൽ പോകും, അത് കാണില്ല. അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എഞ്ചിനീയർമാരും ആർക്കിടെക്ടർമാരൊക്കെ പലതും വരച്ചു തരും. അപ്പൊ വളഞ്ഞ മോഡലൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നാണ് ഇപ്പൊ അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നുണ്ട്. ഓവർ ഫോക്കസ് ഇതിലാണെന്ന് മാത്രം. അതെ, ഇതാകുമ്പോ നിങ്ങൾക്ക് ചെറിയ ചെലവില് അതിവേഗം സ്റ്റെയർ ചെയ്യാം അല്ലെ. പല വീടുകളിലും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കോൺക്രീറ്റ് സ്റ്റെയറുകൾ ചെയ്യാതെ ഫ്യൂച്ചറിൽ നല്ലൊരു മോഡൽ വുഡൻ ഐഡിയ വേണം എന്നൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ളതാണ് ഈ ഒരു സ്റ്റെയർ. ഇങ്ങനെ വരുമ്പോ ചെലവ് കൂടുതലാണോ എന്നാണ് ഇപ്പൊ ഒരാൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. ചെലവ് സിമെന്റിനാട് കൂടുതലാണ്. പണ്ട് കുറവായിരുന്നു അല്ലേ, കുറവുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് മെറ്റലിന് അത്ര റേറ്റ് ഉള്ളൂ, ഡബിൾ ആയിട്ട് കൂടി. ഇപ്പൊ നമ്മള് ഇതിന്റെ തിക്നെസ് കൂട്ടി, ഹെവി കൂട്ടി, ടാറ്റ ആയി. ആ രീതിയിൽ ക്വാളിറ്റി കൂട്ടിട്ടോ, ക്വാളിറ്റി കൂട്ടി അതിനനുസരിച്ചുള്ള റേറ്റും. എന്നാലും ഇന്നത്തെ കാലത്ത് ഇപ്പോ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് സെറ്റ് ചെയ്യാം. ഏകദേശം എത്ര രൂപക്ക് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും? ഇത് വുഡ് എല്ലാം വെച്ച് വരുമ്പോ ഒരു 1.40 മുകൾക്കാണ് പോകുന്നത്. 1.40 മുകൾക്ക് വരും വുഡ്. അതായത് സ്റ്റെയറില് വുഡും കൂടെ വെച്ച് കഴിയും. സ്ട്രക്ചർ മാത്രമാണെങ്കിൽ എത്ര രൂപക്ക് കൊടുക്കാം? ഒരു 75. അതിലും കുറഞ്ഞതുണ്ട് അല്ലേ? 60 മുതൽക്ക് മേലക്കുണ്ട് അല്ലേ? 5 ലക്ഷത്തിന്റെ സ്റ്റെയർ വെക്കുന്നുണ്ട്. അതെ, അങ്ങനെ ചെയ്യാം. 1 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്റ്റെയർ ചെയ്ത് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ. ഈ കാണുന്ന സ്റ്റെയറിൽ നമ്മൾ കൊടുത്ത വുഡിനെ കുറിച്ച് ആൾക്കാർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും. ഇത് എന്ത് തരം വുഡാണ് നമ്മൾ ഉപയോഗിച്ച്, എങ്ങനെയാണ്? ഇത് മഹാഗണിയാണ് ഇതിൽ വരുന്നത് അല്ലെ. ഇതെന്താ ഇവിടെ ഒരു ഗ്രൂ ഒക്കെ? ഇത് ലൈറ്റ് ഫിറ്റ് ചെയ്യാനാ. ഇതില് ലൈറ്റും വരുന്നുണ്ട്. അതായത് ഇത് ഇങ്ങനെ വെച്ചിട്ട് അതിൽ ലൈറ്റ് കൊടുക്കും അല്ലെ. സിമ്പിൾ ആയിട്ട് സ്റ്റെയറിന്റെ സ്റ്റെപ്പായി. ഇതിൽ ഇങ്ങനെ ചവിട്ടി ഇറങ്ങുമ്പോൾ ഇവിടെ ലൈറ്റ് കൊടുക്കും. ഇതാണ് ഇതിന്റെ ഫിനിഷ് വരിക. അപ്പൊ ഇത് തേക്കിൽ വേണമെന്ന് പറഞ്ഞാൽ തേക്കിൽ കൊടുക്കുന്നുണ്ട്. തേക്ക് മഹാഗണി ഓപ്ഷൻ ഉണ്ട്. ഇതൊരു മോഡേൺ സ്റ്റെയർ ആണ്. ഇപ്പൊ സാധാരണ രീതിയിൽ ടോപ്പിൽ വുഡ് ഇട്ട് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, സാധാരണ സിസ്റ്റം ആണ്, അതും ചെയ്യും അല്ലെ. ഇനിയിപ്പോ ഈ ഒരു ലേസർ മെഷീൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റെപ്പുകൾ കട്ട് ചെയ്യാം. അപ്പൊ സാധാരണ പട്ട യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ അതല്ല. അത് ബെൻഡ് ആകുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി കുറവാണ്, സ്ട്രെങ്ത് കിട്ടൂല. ഇതാണ് ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ നോക്കാം. എത്ര വെയിറ്റ് ഉണ്ടാവുന്നത്? ഇതൊരു 10ന്റെ മുകളിലുണ്ടാവും, 10 കിലോന്റെ മേലെ ഉണ്ടാവും. ഇതിന്റെ തിക്നെസ് മാത്രമല്ല, ഇത് കട്ട് ചെയ്ത് ലേസറിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഹോൾ അടക്കം നിങ്ങൾ ഇതിൽ കട്ട് ചെയ്യാണ്. ഇത് വെറുതെ ഇട്ടതല്ല, ഉറപ്പുണ്ടോ നോക്കിയാണ്. ഇരുമ്പാണ്, എന്തിനും ഉറപ്പ് നോക്കണം അല്ലെ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ ചെയ്യും. അതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ പൈപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ വെൽഡിങ് ചെയ്ത് കറക്റ്റ് ഫിനിഷ് ചെയ്ത് അല്ലെ, അങ്ങനെയല്ല നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതുപോലെ പെയിന്റ് ചെയ്യോ? പ്രൈമർ അടിച്ചു കൊടുക്കും അല്ലെ. പെയിന്റ് അല്ല, പ്രൈമർ അടിച്ചു കൊടുക്കും. പിന്നീട് അവർക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ പെയിന്റ് അടിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഇത് ഫിനിഷ് ചെയ്ത് പോകുമ്പോ ഇത് ഫുള്ള് ഫിക്സ് ചെയ്തിട്ടാണോ വീടുകളിലേക്ക് കൊണ്ടുപോകും? ആൾക്കാർക്ക് സംശയം ഉണ്ടോ, ഇത്രയും വലിയൊരു സ്റ്റെയർ എടുത്ത് കൊണ്ടുപോവാണ്, എങ്ങനെ നിങ്ങളെ ഒരു സിസ്റ്റം? ഇത് ഇവിടുന്ന് ഫുൾ സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചുമലിലൊക്കെ പ്ലേറ്റ് അടിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കൊടുക്കും. അതായത് ഇത്രയും വലിയ സൈസ് നിങ്ങൾ അവിടെ നിങ്ങളെ വണ്ടിയിൽ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ആ ഒരു സംശയം ക്ലിയർ ആയി. അത്രയും വലുപ്പം വേണം. പിന്നെ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനൊക്കെ പലരും പറയുന്നുണ്ട്. ഇതിലൊക്കെ കയറി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ് ആക്കിയിട്ടില്ല അല്ലെ. ഇത് വെൽഡിങ് പൂർണ്ണമായിട്ടില്ല. നമ്മൾ അതിൽ കയറി മറിഞ്ഞ് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ തൈക്കാട് സ്റ്റീൽസ് പരിചയപ്പെടുത്തി എനിക്ക് തോന്നുന്നു 4 വർഷം മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 4-5 വർഷം മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിന്റെ വർക്ക് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ സ്റ്റെയർ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. 2013-14 മുതലുണ്ട് കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല നടക്കുക. നിങ്ങൾ ഏതൊക്കെ മറ്റു ഗ്ലാസ് വർക്കുകൾ അല്ലെ, ഹാൻഡ് റെയിൽ, അതായത് സ്റ്റെയറിന്റെ കൂടെ ഹാൻഡ് റെയിൽ വരണല്ലോ. ഹാൻഡ് റെയിൽ വരുമ്പോ അതിന്റെ ഗ്ലാസ് വർക്കുകൾ വരുന്ന രീതിയിലുള്ള വർക്കുകളും ഇവരെന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ CNC വർക്കുകൾ നടക്കുന്നുണ്ട്. CNC നമുക്ക് സ്റ്റെയറിന്റെ പർപ്പസ് മാത്രമല്ല അല്ലേ. ഇല്ലല്ല, ഇത് ഇതുപോലെ നെയിം ബോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പറഞ്ഞു അല്ലെ. ഇത് അവരെ വെയിറ്റ് ആണല്ലോ.
ഓക്കെ, ഇതൊരു കമ്പനി ബ്രാൻഡ് നെയിം ചെയ്തതാണ്. ഒരു വീടിന്റെ വീടിന്റെ ആണ്. ഓക്കെ, സബാഗിന്റെ അനിയന്റെ വീട്. ആരാ? സബാഗല്ലേ? ഓക്കെ ഓക്കെ, ബക്കർ ആണ് ഇത് അല്ലേ. ഇനി അത് മാത്രല്ല, ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. TLC ചെയ്തതാണ്. നമ്മളെ പൈപ്പ് അവരെ പേര് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇതേപോലെ പൈപ്പ് ചുറ്റി വെക്കാനല്ലേ. ഒരുപാട് കാർ പോർച്ചില് പൈപ്പിന് അതിന് കൊടുക്കാം. അതേപോലെ ഒരുപാട് CNC വർക്ക് വീടുകൾ വരുന്ന ഒരു കാലാണ്. അപ്പോൾ മെറ്റലില് CNC വർക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലെ. ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ നല്ല സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പൊ അതും ചെയ്യും. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റെയറിന്റെ കാര്യമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മേലെ സ്റ്റെപ്പ് വെക്കണമെങ്കിൽ വുഡ് ആണല്ലോ വെക്കുക, തേക്ക് വുഡ്. ഇപ്പൊ ഇതല്ലാതെ ഇങ്ങനെ ബോക്സ് അല്ലാതെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ചെലവ് ചുരുക്കി എത്രക്ക് ചെയ്യാൻ പറ്റും? പൈൻ വുഡിന് നല്ല റേറ്റ് കുറവാണ്. പൈൻ വുഡ് ആ ഒരു തേക്ക് പോലെ തോന്നും അല്ലെ. കാനഡയിൽ നിന്ന് വരുന്ന വുഡ്, ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. ആ വുഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അതൊരു നല്ലൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറുകൾക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഡാർക്ക് കളർ മാറ്റി കൊടുത്താൽ മതി. പോളിഷില് തേക്ക് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. ആ രീതിയിൽ കൊണ്ടുവരാം. ഗ്രെയിൻസ് ഉണ്ടാവും. ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഈ സ്റ്റെയറുകളൊക്കെ നിർമ്മിക്കുന്നത്. ഇത് ബോക്സ് അടിച്ച സ്റ്റൈലാണ്. ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഇനി എഞ്ചിനീയർമാർ ഞങ്ങൾക്ക് തന്നാ ചെയ്തൂടെ? ചെയ്യുന്നുണ്ട്. നമ്മളന്ന് പരപ്പനങ്ങാടി അല്ലേ വെറൈറ്റി കാണിച്ചല്ലേ, വൈറലായ സ്റ്റെയറില്ലേ, വളഞ്ഞ് തിരിഞ്ഞ്, അതൊക്കെ ഏതും ചെയ്യും. നമ്മള് ഇന്ത്യയില് ഫസ്റ്റ് ആണ് ആ മോഡലിലെ. പിന്നെ കുറെ വീടുകളിൽ ഞാൻ കണ്ടിട്ടോ സംഭവം. അതിന് ശേഷം നമ്മള് സംഭവം പരിചയപ്പെടുത്തുന്നു, ആൾക്കാർ ഏറ്റെടുക്കുന്നു. എനിവേ, ഏത് മോഡലാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലോ ആർക്കിടെക്ട് ആണെങ്കിലോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റഫീഖ് ഭായ് തൈക്കട. നമ്മൾ വന്നിരിക്കുന്നത് വേങ്ങര ഇൻഡസ്ട്രിയിലാണ് അല്ലെ. വേങ്ങരയാണ്. കേരളത്തിൽ എവിടെ അല്ല, ഇന്ത്യയിൽ എവിടെ നമ്മളെ സേവനം ലഭിക്കും. ഓക്കെ, താങ്ക് യു.